നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏവരും ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പ്രമുഖ വ്യവസായിയും കോൺഫ്രന്റ് ഗ്രൂപ്പിന്റെ ചെയർമാനുമായിട്ടുള്ള CJ റോയിയുടെ വിയോഗം. ഏറെ അമ്പരപ്പും അതോടൊപ്പം തന്നെ ദുഃഖവും ഉണ്ടാക്കിയ ഒരു വിഷയം. എന്തിനാണ് ഒരു റെയ്ഡിനിടയിൽ റോയി തൻ്റെ ഇത്രയും കാലത്തെ സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്തിയ, ഒഴുക്കിനെതിരെ നീന്തിയ അത്രയും ചങ്കുറപ്പുള്ളൊരു വ്യക്തി പൊടുന്നനെ ആത്മഹത്യ ചെയ്തത്? അതും മാറോട് ചേർത്ത് ആ ഒരു ബുള്ളറ്റിൽ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്തതൊക്കെ തന്നെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി. ഒരു റെയ്ഡിനപ്പുറത്തേക്ക് മറ്റു പല കാരണങ്ങളുമില്ലേ? അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഒരു ഭീരുവാണോ CJ റോയി? പലരും സമൂഹ മാധ്യമത്തിലും മറ്റുമൊക്കെയായി CJ റോയിയുമായിട്ടുള്ള ബന്ധവും അനുഭവങ്ങളും ഇതുവരെ അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളും ഒക്കെ തന്നെ എടുത്തു പറയുകയാണ്. എങ്ങനെ ഈ കടുങ്കൈ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ള ചോദ്യമാണ് പലരും ഉയർത്തുന്നത്. മനസ്സ് മരവിച്ചുള്ള കുറിപ്പുകൾ, ഏറെ വികാരഭരിതമായിട്ടുള്ള ലേഖനങ്ങൾ ഇതിനോടൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെയും സൈബർ ഇടത്തുകൂടെയും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ശരിക്കുമുള്ള കാരണം എന്താണ്? അതേക്കുറിച്ച് അന്വേഷിക്കുകയാണ് നിലവിൽ പോലീസ് അടക്കം. ഈ ഘട്ടത്തിലാണ് CJ റോയിയുടെ വിയോഗം. അത് ദുഃഖവും അതോടൊപ്പം തന്നെ ആശങ്കയും ഉണ്ടാക്കിയെന്നാണ് ബിഗ് ബോസ് സീസൺ 5 വിന്നറായിട്ടുള്ള അഖിൽ മാരാർ പറയുന്നത്. റോയിയുടെ മരണം ആത്മഹത്യ ഞെട്ടിച്ചു കളഞ്ഞ ഒന്നെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. ഒരു സാധാരണക്കാരന് ഒരു 50 ലക്ഷം രൂപ നൽകാൻ കരുത്ത് കാട്ടിയ, ധൈര്യം കാട്ടിയ ഒരു വ്യക്തി കൂടിയായിരുന്നു CJ റോയി. ബിഗ് ബോസിൽ വിജയിച്ച് തനിക്ക് കിട്ടിയ 1/2 കോടി രൂപയുടെ ഒന്നാം സമ്മാനമാണ് CJ റോയി തന്നതായിട്ടുള്ള ഓർമ്മ അഖിൽ മാരാർ പങ്കുവയ്ക്കുന്നത്. ബിസിനസ് ലോകത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നഷ്ടമായി CJ റോയിയുടെ വിയോഗം നോക്കിക്കാണാൻ സാധിക്കും. ഒരു ബിസിനസ്സുകാരൻ എന്നതിലുപരി സാമൂഹിക പ്രവർത്തനങ്ങളിലുമൊക്കെ അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒട്ടനവധി മനുഷ്യ ജീവിതങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ജീവനുകളല്ല, ഒരു കുടുംബത്തെ തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടനവധി കുടുംബങ്ങളെ. അപ്രതീക്ഷിതമായ യാഥാർത്ഥ്യങ്ങൾ ജീവിതം സമ്മാനിക്കുകയാണെന്നാണ് ഈ വിയോഗത്തെക്കുറിച്ച് അഖിൽ മാരാർ പറയുന്നത്. എത്രയൊക്കെ നമ്മൾ തള്ളിപ്പറഞ്ഞാലും മരണമെന്ന പരമമായ സത്യം നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒരു കാലത്ത് തേടി വരും. എന്നാൽ ചില മരണങ്ങൾ നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കും. മുൻപ് സുശാന്ത് സിംഗിൻ്റെ മരണവും അബ്ദുൽ കലാം സാറിൻ്റെ വിയോഗവും ഒക്കെ തന്നെ വേദനിപ്പിച്ചെങ്കിൽ പോലും ഡോക്ടർ റോയി സാറിൻ്റെ ആത്മഹത്യ എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞുവെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. താനുമായി നേരിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത, ഒന്നുമല്ലാതിരുന്ന ഒരുവൻ്റെ അക്കൗണ്ടിലേക്ക് 50 ലക്ഷം രൂപയുടെ സമ്മാനം നൽകിയ ഒരു മനുഷ്യനാണ് CJ റോയി. ബിഗ് ബോസ് ഫിനാലേക്ക് ശേഷം അദ്ദേഹത്തെ കണ്ടിട്ടില്ലെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. കഴിഞ്ഞ 18 വർഷക്കാലമായി പലവിധ റിയാലിറ്റി ഷോകളിൽ സമ്മാനങ്ങൾ കൊടുത്ത് ഒട്ടനവധി സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ, ഒരു ജീവിതമുണ്ടാകാൻ സഹായിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു CJ റോയി. തനിക്കൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ബാധ്യതയിൽ പെട്ടുപോയ സാഹചര്യവും ചെറിയ ലോണുകൾ തിരിച്ചടയ്ക്കാൻ പ്രയാസപ്പെട്ട അനുഭവങ്ങളും ഒക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ടാണ് 50 ലക്ഷം രൂപയുടെ സമ്മാനത്തുക തൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റത്തെക്കുറിച്ച് അഖിൽ മാരാർ എടുത്തു പറയുന്നത്. അതിലൂടെ തൻ്റെ കുടുംബം തന്നെ രക്ഷപ്പെട്ട കഥയാണ് അഖിൽ മാരാർ വിവരിക്കുന്നത്. വ്യവസായ രംഗത്തും സാമൂഹിക മേഖലയിലും ഒക്കെ തന്നെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗം ഇതുപോലെ നിരവധി ആളുകൾക്കാണ് ഒരു തീരാനഷ്ടമായി അനുഭവപ്പെട്ടിരിക്കുന്നത്. അവരുടെ അനുഭവ കഥകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം ഈ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളാണ് ആദായ നികുതി വകുപ്പിനെയും കഴിഞ്ഞ 3-4 ദിവസമായി അവർ നൽകിയ പ്രഷറിനെക്കുറിച്ചും ആരോപിക്കുന്നത്. അതിലുള്ള വിശദീകരണം ആദായ നികുതി വകുപ്പ് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. പരിശോധനയും നടപടികളും നിയമപരമായി മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെയില്ല. ഏതന്വേഷണവുമായും സഹകരിക്കുന്നുണ്ട്. വ്യാഴാഴ്ചയാണ് CJ റോയിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് റോയി തന്നെ എഴുതി കൊടുത്തിരുന്നു. ഇന്നലെ ചോദ്യം ചെയ്യുകയോ നേരിട്ട് കാണുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. മറ്റൊരു സാക്ഷിയുടെ സാന്നിധ്യത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. അങ്ങനെ വരുമ്പോൾ ഈ മരണത്തിൽ എങ്ങനെയാണ് ആദായ നികുതി വകുപ്പിന് പങ്കുവരുന്നത് എന്ന ചോദ്യമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവരവരുടെ ജോലി മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം CJ റോയിയുടെ മരണത്തിൽ കുടുംബാംഗങ്ങളുടെ മൊഴി കർണാടക പോലീസിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ബംഗളൂരുവിലെ ഹലസുരുവിലെ ഹോട്ടലിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്. റോയിയുടെ ഡയറി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബന്ധുക്കൾ വിദേശത്ത് നിന്നും എത്തേണ്ടതിനാൽ റോയിയുടെ സംസ്കാരം മാറ്റിവെക്കുകയും ചെയ്തു.
സിജെ റോയിയുടെ ഫോൺ കോളുകൾ ഉൾപ്പെടെ പരിശോധിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് കർണാടക പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അടക്കം വിപുലമായ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഫ്രന്റ് ഗ്രൂപ്പ് ഡയറക്ടറായിട്ടുള്ള TJ ജോസഫ് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. IT ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതിന് പിറകെ റോയ് സ്വന്തം മുറിയിലെത്തി സ്വയം വെടിയുതിർത്ത് വാതിൽ അകത്തു നിന്ന് കുറ്റിയിട്ട ശേഷമായിരുന്നു ഈ സംഭവം നടന്നതെന്നാണ് ജോസഫ് പറയുന്നത്. ആത്മഹത്യ ചെയ്യേണ്ട പ്രശ്നങ്ങളോ കടബാധ്യതയോ വിഷയങ്ങളോ ഒന്നും തന്നെ റോയ്ക്കില്ല എന്ന് തന്നെയാണ് സഹോദരനായിട്ടുള്ള CJ ബാബുവും പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തിന് CJ റോയ് ആത്മഹത്യ ചെയ്തു? ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ്. അതിനുള്ള ഉത്തരം ഉറപ്പായും ലഭ്യമാകണം. അത് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം. ഇതിൽ ചില ദുരൂഹതകൾ കൂടി നിലനിൽക്കുന്നു എന്നാണ് കുടുംബവും പറയുന്നത്. ഇന്നലെ രാവിലെ വിളിച്ച് കാണണമെന്ന് സഹോദരൻ തന്നോട് പറഞ്ഞിരുന്നു. 28 മുതൽ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡും ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരിൽ നിന്നും മാനസിക പീഡനം ഉണ്ടായി എന്നാണ് സഹോദരൻ പറയുന്നത്. നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ കുടുംബവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ബാബു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യവസായ ലോകമൊക്കെ തന്നെ ഈ സംഭവത്തിന്റെ ഞെട്ടലിലാണ്. എന്തിനാണ് റോയ് ഇങ്ങനെ ചെയ്തത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയില്ല. സംഭവത്തിൽ അന്വേഷണം എന്തായിരുന്നാലും കർണാടക പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ജീവനൊടുക്കേണ്ട പ്രശ്നമോ കടമോ ഒന്നും തന്നെ ഇല്ലാത്ത റോയ് ഇങ്ങനെ ഒരു കടുങ്കൈക്ക് മുതിരണമെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ടായിരിക്കും. ആ കാരണം ഉറപ്പായും പൊതുസമൂഹത്തിന് അറിയേണ്ടതായിട്ടുണ്ട്. അത് പുറത്തു വരേണ്ടതാണ്. അദ്ദേഹവുമായി ബന്ധമുണ്ടായിരുന്ന സിനിമാക്കാരെയും അതുപോലെ തന്നെ കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ആക്കിയിരുന്നു എന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. അതിൽ ചില മലയാള ചലച്ചിത്ര പ്രവർത്തകരടക്കം ഉൾപ്പെടുന്നുണ്ട്. കോൺഫ്രന്റ് ഗ്രൂപ്പിന്റെ ബിസിനസ് ദുബായിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ നവംബറിൽ ദുബായിൽ വെച്ച് ഒരു വലിയ പാർട്ടി റോയ് സംഘടിപ്പിച്ചിരുന്നു. അതിൽ പങ്കെടുത്ത ചിലരെയൊക്കെ തന്നെ കേന്ദ്ര ഏജൻസികൾ നിരീക്ഷണത്തിലാക്കിയെന്നും മരണത്തിന് പുറകെ അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെത്ത റോയിയുടെ ഡയറിയിലും ഈ സിനിമാക്കാരുടെ പേരും ഫോൺ നമ്പറും ഇടപാടുകളും ഒക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ സ്ഥിരീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ചില മാധ്യമ റിപ്പോർട്ടുകളിലാണ് ഇതൊക്കെ തന്നെ പറയുന്നത്. കോൺഫ്രന്റ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുഴുവൻ ബംഗളൂരുവിലായിരുന്നിട്ടും കർണാടകയിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി കൊച്ചിയിലെ ഉദ്യോഗസ്ഥർ അന്വേഷണവും പരിശോധനയും നടത്തിയത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഇതിന് പിന്നാലെ പലരും ഉയർത്തുന്നുണ്ട്. റെയ്ഡ് നടത്തിയ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ റോയിയെ സമ്മർദ്ദത്തിലാക്കിയെന്ന ആരോപണമാണ് ഉയരുന്നത്. എന്തുകൊണ്ടാണ് കൊച്ചി യൂണിറ്റ് ഈ റെയ്ഡ് സംഘടിപ്പിച്ചത്? കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയമാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംശയമായി തന്നെ ഉയരുന്നുണ്ട്. എന്തായിരുന്നാലും ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ റോയിയെ വിടാതെ പിന്തുടർന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ള പലരും, കുടുംബാംഗങ്ങളടക്കം ഈ ഘട്ടത്തിൽ പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങളുടെ ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഡിസംബർ 28-നാണ് ആദ്യ റെയ്ഡ് സംഘടിപ്പിച്ചത്. ജനുവരി 22-ന് വീണ്ടും എത്തി റെയ്ഡ് തുടങ്ങി. ഓഫീസ് മുറി മുദ്രവയ്ക്കുകയും സീൽ ചെയ്ത് അടയ്ക്കുകയും ചെയ്തു. 3 ദിവസം മുന്നേ വീണ്ടും എത്തി രേഖകൾ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നു. അതിനിടയിൽ നിരവധി തവണ റോയിയെ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചതിരിഞ്ഞ് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുമ്പോൾ ബംഗളൂരുവിലെ ആനേപ്പാളയ്ക്കടുത്ത് ഹൊസൂർ റോഡിൽ വെച്ച് റിച്ച്മണ്ട് സർക്കിളിലെ കോൺഫ്രന്റ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ 3:15 കൂടിയാണ് സ്വയം ജീവനൊടുക്കിയത്. ഇന്നലെ വൈകിട്ട് പരിശോധന അവസാനിക്കുമ്പോൾ റോയിയെ കസ്റ്റഡി എടുക്കുമോ എന്ന ആശങ്കയായിരിക്കാം ഒരു പക്ഷേ ഈ മരണത്തിന് കാരണമെന്നാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം ഇപ്പോൾ ആരോപിക്കുന്നത്.